അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനം 136, 13, 14 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവൻ, കടലോളം പോന്ന പ്രശ്നങ്ങൾക്കിടയിലൂടെ വഴിയൊരുക്കുന്നവൻ, പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തിരമാലകളും അന്യമായ ഒഴിവാക്കപ്പെട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇതെല്ലാം ക്രിസ്തീയ ജീവിത വഴിത്താരയിൽ ഉള്ളതാണെന്നും ഇങ്ങനെയുള്ള അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് ദൈവരാജ്യ പ്രവേശനമെന്നും നാം തിരിച്ചറിയുകയും മറ്റുള്ളവരോട് പറയുകയും വേണം. ബൈബിളിലെ ഒരു പാസേജോ ഒരു ചാപ്റ്ററോ നാം പഠിക്കുമ്പോൾ അവിടുത്തെ റിപ്പീറ്റിംഗ് വേർഡ് ഏതാണ് എന്ന് നോക്കാറുണ്ട്. ആ റിപ്പീറ്റിംഗ് വേർഡിനെ കേന്ദ്രീകരിച്ചായിരിക്കും ആ ഭാഗത്തെ പ്രധാന വിഷയം ഉണ്ടായിരിക്കുക. ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ കടന്ന കാര്യം പറയുമ്പോൾ മാത്രമല്ല, ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയുള്ള എല്ലാ വാക്യങ്ങളിലും 26 തവണ തന്നെ ഹിസ് ലവിങ് കൈൻഡ്നസ് ഈസ് എവർലാസ്റ്റിംഗ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുകയാണ്. നമുക്ക് വഴിയൊരുക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നാം നിലനിൽക്കുന്നതും മുമ്പോട്ട് പോകുന്നതും ആ ദയ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വഴിത്താരയിൽ നാം ഇടറില്ല, നാം പതറില്ല. കടലോളം പോകുന്ന പ്രശ്നങ്ങൾ, തിരമാലകളുടെ വേലിയേറ്റങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഉണ്ടെങ്കിലും ഒരിഞ്ച് പോലും നാം പിന്നോട്ടല്ല, മുമ്പോട്ട് പോകുവാനാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്. നാം മുൻപോട്ട് പോവുകയും എത്തേണ്ടിടത്ത് എത്തുകയും എത്തിക്കേണ്ടിടത്ത് നമ്മുടെ കർത്താവ് നമ്മെ എത്തിക്കുകയും ചെയ്യും. എത്ര അനുഗ്രഹീതമായ സംരക്ഷണ കവചമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഈ ചരിത്ര വസ്തുതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത് കടൽ 2 ഭാഗത്തേക്കും പിൻവാങ്ങി എന്നാണ്. ദൈവജനത്തിന് നടക്കുവാനുള്ള വഴി ഉണങ്ങിയ നിലമായി തീർന്നു. എങ്ങനെയാണ് കടൽ പിൻവാങ്ങിയത്? അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിച്ചു. നമ്മുടെ പ്രശ്നങ്ങളെ പിൻവാങ്ങിപ്പിക്കുന്ന ദൈവം. നാം പിൻവാങ്ങുകയല്ല, നാം മുമ്പോട്ട് പോകും. പ്രശ്നങ്ങൾ നിമിത്തം നാം പിറുപിറുക്കുകയല്ല, പ്രശ്നങ്ങൾ നിമിത്തം നാം പിന്നോട്ട് വരികയല്ല. നാം മുമ്പോട്ട് തന്നെ പോകുമ്പോൾ ആ പ്രശ്നങ്ങളെ പിൻവാങ്ങിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുകയും നാം വിജയം വരിക്കുകയും ചെയ്യും. മാത്രമല്ല, ഒരു കടൽ വറ്റിയൊരിടമാണ്. സ്വാഭാവികമായിട്ടും നനഞ്ഞ് കുതിർന്ന ചെളി വളരെ ആഴത്തിലുള്ള ഒരിടമാണ്. അവിടെ എങ്ങനെയാണ് കാൽ നനയാതെ ഒരു ഉണങ്ങിയ നിലത്തുകൂടെ എന്ന വണ്ണം ഇസ്രായേൽ ജനം കടന്നു പോകുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര പൂർണ്ണതയുള്ളതാണ്! കടൽ വറ്റിയൊരിടത്ത് ചെളിയില്ലാതെ, ചേറില്ലാതെ, വേണ്ട കാൽ പോലും നനയാതെ ഒരു ഉണങ്ങിയ നിലത്ത് എന്ന വണ്ണം അവർ നടന്ന് അക്കരെ കയറുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്! പ്രിയമുള്ളവരെ, ഈ ദയ, ഈ അനുഗ്രഹീതമായ ദയ നമ്മളോട് നമ്മുടെ കർത്താവ് കാണിച്ചിരിക്കുന്നു. യഹോശാഫാത്ത് തെക്കോവ മരുഭൂമിയിൽ
അമ്മോന്യരും മോവാബ്യരും വളഞ്ഞപ്പോൾ ഈ ദയയുടെ വരികൾ പാടിക്കൊണ്ടാണ്, ഈ സങ്കീർത്തനത്തിലെ വരികൾ പാടിക്കൊണ്ടാണ് വിജയം വരിച്ചത്. ശലോമോൻ രാജാവ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേവാലയം പണിതീർത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ ഇതേ വരികൾ തന്നെയാണ് പാടിയത്. അതുകൊണ്ട് ഈ വഴിത്താരയിൽ നാം ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമുക്ക് ജയം നൽകുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കടലോളം പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി നമ്മെ വഴിയൊരുക്കി കൂടെ നടക്കുന്ന വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര ധൈര്യത്തോടെ തുടരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.